എവിടുന്നാണ്? പുതുക്കുറിച്ചി തീരദേശ മേഖലയാണ്. പുതുക്കുറിച്ചി FHCയിലാണ്. അവിടുത്തെ ആശാവർക്കറാണ്. എത്ര ദിവസമായി ഇവിടെ? ഞങ്ങൾ ഇന്ന് 22ാമത്തെ ദിവസമാണ്. ഫസ്റ്റ് ദിവസം തൊട്ട് ഇവിടെ ഉള്ള ആശാവർക്കറാണ്. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് രാത്രി കിടക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം നമ്മൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല മഴയായിരുന്നു. ഇന്നലെ നല്ല മഴയായിരുന്നു. ഇന്നലെ ശക്തമായ മഴയായിരുന്നു. നമ്മുടെ സ്ത്രീകളോട് വളരെ ഒരു കണ്ണിച്ചുവരയില്ലാത്ത രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഭരണകൂടം ഇടപെട്ടത്. അത് ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് ഈ 21 ദിവസം ഇന്നലെ ആയിട്ടും നല്ല സഹകരണമായിരുന്നു. അവർക്ക് പറയാൻ പറ്റില്ലല്ലോ, മേലധികാരികളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് പാലിക്കേണ്ടതുള്ളത് കൊണ്ട് അവര് ടാർപ്പ് അവിടെ കെട്ടിവെച്ചിരുന്നതിനെ അഴിപ്പിച്ച് നമ്മുടെ സ്ത്രീകളെല്ലാം ആ ടാർപ്പ് പോലും മൂടാൻ പറ്റാത്ത രീതിയിൽ മഴയത്ത് നനഞ്ഞിരിക്കേണ്ട അവസ്ഥയുണ്ടായി. ആ നനഞ്ഞിരുന്ന അവസ്ഥയില് നമ്മള് ഇന്നലെ ഉച്ചവരെ അങ്ങനെ തന്നെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് ഈ ഓൺലൈൻ വഴിയൊക്കെ എല്ലാവരും ചാനൽ വഴിയൊക്കെ പുറംലോകം അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മുടെ കേന്ദ്രമന്ത്രി ഇതിലേ പോകുന്നത്. അദ്ദേഹം ഇവിടെ ഇറങ്ങി നമ്മുടെ കാര്യങ്ങൾ തിരക്കി. തലേദിവസം ഇവിടെ വന്നിരുന്നു. അങ്ങനെ വന്ന് തിരക്കിയ ശേഷം ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ പറഞ്ഞു ടാർപ്പ് പോലും കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് മഴക്കോട്ടുകളും കുറച്ച് കുടകളും ഞങ്ങൾക്ക് വിതരണം ചെയ്തു. എന്നിട്ട് ഇന്ന് തന്നെ ഈ ആശാവർക്കർമാരുടെ ഞങ്ങളുടെ കാര്യം ഉന്നയിക്കാൻ വേണ്ടി മാത്രം ഇന്ന് ഡൽഹിക്ക് പോകുമെന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ച പുരോഗമനോ? ചർച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ സമരം തുടങ്ങിയ 5ാമത്തെ ദിവസം നമ്മുടെ ഒരു വിളിച്ചിരുന്നു കാര്യങ്ങള് സംസാരിച്ചിട്ട് നമ്മുടെ ആരോഗ്യമന്ത്രി തന്നെ വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സമരം പിരിഞ്ഞു പോണം. അത് നമ്മൾ കുറച്ച് നാളത്തെ സമര നേതാക്കളുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് ചെയ്യണുണ്ട്. പക്ഷെ അത് പിന്നീട് നമുക്കത് ഇതായിട്ട് പറയാൻ പറ്റില്ല. അത് നിങ്ങളിപ്പൊ പിരിഞ്ഞു പോകുമെന്നേ പറഞ്ഞുള്ളൂ. ഞങ്ങൾ ധനമന്ത്രിയായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനം പറയാമെന്ന് പറഞ്ഞു. പിരിഞ്ഞു പോകാനുള്ള പ്ലാൻ ഉണ്ടോ? ഇല്ല. തീരുമാനം വെച്ചാൽ നമ്മൾ പിരിഞ്ഞു പോകാനുള്ള പ്ലാൻ ഇല്ല. എന്ന് കണ്ടില്ലേ, ഞങ്ങൾ വ്യാജ പ്രചരണം ഒരുപാട് നടത്തി. അന്ന് മുതൽ ഈ 22 ദിവസം മുതൽ കൊണ്ട് വ്യാജ പ്രചരണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. പക്ഷെ ഞങ്ങൾ അതൊന്നിലും തളർന്നില്ല. ഇന്നലെ തന്നെ അവസാന ഒരു 18ാമത്തെ അടവെന്നുള്ള രീതിയിൽ ഇന്നലെ പറഞ്ഞു, ഞങ്ങളിന്ന് ഇവിടെ നിന്ന് പോകുന്ന സ്ത്രീകളെല്ലാം കൂടെ സെക്രട്ടറി നിയമസഭ കൂടുന്ന അവിടെ ഞങ്ങൾ എന്തോ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഇന്ന് കലാപം ഉണ്ടാവും എന്നൊക്കെ ഞങ്ങളുടെ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ട് ഞങ്ങൾ ആശാവർക്കർ ആയതുകൊണ്ട് തന്നെ അവിടെ കിടന്ന കുപ്പിയും പാട്ടയും എല്ലാം പറക്കി, ഞങ്ങൾ ഉപയോഗിച്ച വെള്ളം കുടിച്ച കുപ്പിയോട് വരെ ഞങ്ങൾ പറക്കി ഒരിടത്ത് ശേഖരിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അവിടെ ഒരു അക്രമത്തിനും പോയില്ല. ഞങ്ങൾ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങൾ എല്ലാവരും വിവരവും വിദ്യാഭ്യാസവും സാമുദായികപരമായിട്ട് അറിവും ബോധമൊക്കെ ഉള്ള വനിതകളാണ്. ഞങ്ങള് വീട്ടമ്മമാരാണ്. ഞങ്ങൾക്കെല്ലാം സഹിക്കാനുള്ള ശക്തിയുണ്ട്. ആ 22 ദിവസം കൊണ്ട് ഞങ്ങളെല്ലാം സഹിച്ചാ ഇവിടെ ഇരിക്കുന്നത്. ഏതൊക്കെ ജില്ലയിൽ നിന്നാണ്? ഏകദേശം എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പുറത്തെ ജില്ലകളിൽ നിന്ന് എന്നും വരാനുള്ള ബസ് ഫയറിന്റെ ബുദ്ധിമുട്ടും പിന്നെ ട്രെയിൻ വരണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ കൊല്ലം എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. ഇതിപ്പോ സമരം നീളുന്നതിനനുസരിച്ച് എക്സ്പെൻസ് കൂടുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് പ്ലാൻ? ആദ്യം ഞങ്ങള് കടം വാങ്ങിച്ചൊക്കെ വന്നോണ്ടിരുന്നത്. കാരണം അന്ന് ഞങ്ങൾക്ക് 3 മാസത്തോളം ഇൻസെന്റീവും ഓണറേറിയും ഒക്കെ കിട്ടാനുണ്ടായിരുന്നു. മുടക്കത്തിലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങൾ ഇവിടെ വന്നതിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇൻസെന്റീവും ഓണറേറിയും ഒക്കെ മുടങ്ങിക്കിടന്നതെല്ലാം ഞങ്ങളുടെ ജനുവരി വരെ ഉള്ളത് ഞങ്ങളുടെ അക്കൗണ്ടുകളിൽ കിട്ടി. അതൊരു വലിയ നേട്ടമാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റിപ്പോർട്ട് അടിക്കണതിൽ ഈ 7000 രൂപ ഇൻസെന്റീവിന് വേണ്ടിയിട്ട്. ആ മാനദണ്ഡങ്ങൾ എടുത്തു മാറ്റി എന്നാണ് അറിയുന്നത്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയില്ല. പിന്നെ ഇപ്പൊ നമുക്ക് ഇൻസെന്റീവും ഓണററിയും ഒക്കെ മുടക്കം കിടന്നത് കിട്ടിയത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളിങ്ങ് വരും. എന്തായാലും സമരത്തിന് പിന്മാറുന്ന പ്രശ്നമല്ല. സമരത്തിന് പിന്മാറില്ല. ഞങ്ങൾ 22 ദിവസം കൊണ്ട് സ്ത്രീകൾക്ക് എരിയുന്ന വെയിലത്തായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു. ഇന്നലത്തെ കാലാവസ്ഥയായിരുന്നെങ്കിൽ ഇന്ന് കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടുമായിരുന്നു. നമ്മുടെ സ്ത്രീകൾ ഒരുപാട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം ഞങ്ങൾ ഈ കാലാവസ്ഥ എല്ലാം തരണം ചെയ്തുകൊണ്ടാണല്ലോ എന്നും ഫീൽഡിൽ പോകുന്നത്. അതുകൊണ്ട് ഈ വെയിലും മഴയും ഒന്നും ഞങ്ങൾക്കൊന്നും അല്ല. എത്ര ദിവസം കൂടെ പ്രതീക്ഷിക്കാം? അങ്ങനെ ഒരു പ്രത്യേക ദിവസങ്ങളില്ല. ഞങ്ങളെ എപ്പോഴും ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഞങ്ങളുടെ ഡിമാൻഡുകൾ എപ്പോഴും ഗവൺമെന്റ് അംഗീകരിക്കുന്നു. അപ്പോഴും ഞങ്ങൾ പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ ഫീൽഡിൽ പോകും. ഞങ്ങളെ ഫീൽഡിലെ ആൾക്കാരെ അന്വേഷിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എല്ലാവരും അമ്മമാരാണ്, സഹോദരിമാരാണ്. അപ്പൊ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ വീട്ടില്
എല്ലാം ബുദ്ധിമുട്ടാണ്. എന്റെ മോളുടെ കുഞ്ഞ് തന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ 8 ദിവസം കൊണ്ട് അഡ്മിറ്റ് ആണ്. ആ കുഞ്ഞിനെ അവിടെ ഹോസ്പിറ്റലിൽ ഇട്ടിട്ടാണ് ഞാൻ ഓടി ഇവിടെ സമരപ്പന്തലിൽ എത്തുന്നത്. കാരണം നമുക്ക് അവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് വെപ്രോളം ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ള ഒരു ആവലാതിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളപ്പോഴും നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മളെ പ്രസൻസ് ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് നമുക്കൊരു സമാധാനമാണ്. കാരണം പല രീതിയിലുള്ള ആരോപണങ്ങൾ പറഞ്ഞ് നമ്മളെ തീവ്രവാദികളെന്ന് വരെ പറഞ്ഞു. അപ്പോഴാ ഞങ്ങള് കോവിഡ് കാലത്ത് ഞങ്ങൾ ഇത്രയും ഗവൺമെന്റിനായിട്ട് കഷ്ടപ്പെട്ട സമയത്ത് ഞങ്ങളെ അങ്ങ് വാഴ്ത്തുപാട്ടായിരുന്നു. ഞങ്ങൾ എന്തൊക്കെ അവര് പോയി എല്ലാ സ്ഥലങ്ങളിലും പോയി കേരളം നമ്പർ 1 എന്നാണെന്ന് പറഞ്ഞു കുറെ അവാർഡുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ തീവ്രവാദികളായി. ശുഭപ്രതീക്ഷയാണ്. പക്ഷെ ഇത്രയും സമയത്ത് മറ്റു മന്ത്രിമാരൊക്കെ എന്ന് പറഞ്ഞാൽ വിമർശിക്കാനെങ്കിലും വാ തുറന്നു. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെയും ഒന്നിനും വാ തുറന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറയും എന്നുള്ള ഇന്ന് നിയമസഭാ സമ്മേളനം കൂടുന്ന ഫസ്റ്റ് ദിവസമാണ്. അപ്പൊ എന്തെങ്കിലും ഒന്ന് പറയും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. മന്ത്രിമാര് പലതരം ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? മന്ത്രിമാര് പറയുന്ന ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങള് മന്ത്രിസഭയില് ഇവിടുന്ന് മന്ത്രിസഭയെ പിരിച്ചു വിട്ടിട്ട് ഞങ്ങൾ അവിടെ കയറി ഇരിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരാണ്. അല്ലാതെ ഞങ്ങൾ അവിടെ കയറി ഇരുന്നിട്ട് അവരെ തള്ളിയിടാൻ വരുന്നവരോ ഒന്നുമല്ല. ഞങ്ങൾ സാധാരണ വീട്ടമ്മമാരാ. ഞങ്ങൾ സമരം ചെയ്ത് ശീലമുള്ളവരല്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ട്. എല്ലാരും എല്ലാരും ബോധവും അറിവും ഒക്കെ ഉള്ളവരായതുകൊണ്ടും അവരവരെ എല്ലാ വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. കൂടുതലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇതിലിരിക്കുന്ന കൂടുതൽ ആശാ വർക്കേഴ്സ്. പക്ഷെ അവര് അന്ന് ഞങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾ ആശാ വർക്കർമാർ സമരം ചെയ്യേ CITക്കാര് ഒരു സമരം എന്നുള്ള രീതിയിൽ രാജ്ഭവന്റെ മുമ്പിൽ ഇത് നടത്തിയപ്പോഴത്തേക്ക് അത് എല്ലാരും പൊളിച്ച് കൈ കൊടുത്തു. കാരണം ഞങ്ങളെ വ്യാജപ്രചാരണം പറഞ്ഞ് ഇവിടെ ഇരിക്കുന്നവരൊന്നും ആശമാരല്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വരുന്നത് ഇന്ന് പങ്കെടുത്തത് എല്ലാ ആശമാരാണ്. പക്ഷെ അവിടെ അന്ന് വന്നത് പല ജീവനക്കാരും എല്ലാരെയും കൂടെ വിളിച്ചിട്ട് അംഗൻവാടിക്കാരാ, അയൽക്കൂട്ടക്കാരാ, തൊഴിലുറപ്പുകാരാ ഇതെല്ലാരെയും കൂടെ കൊണ്ടുവന്നതാ. അന്ന് മാധ്യമങ്ങൾ തന്നെ പോയപ്പോഴത്തേക്ക് കാരണം അവർ സമരം ചെയ്യുമ്പോഴത്തേക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുന്നില്ല എന്നാണ് അവരുടെ പരാതിയായിരുന്നത്. അന്ന് നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും അവിടെ ചെന്നു. അന്ന് അവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാൻ പറ്റി.